ഹലോ, എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 15 പ്രധാന വാർത്തകളാണ്. ജനുവരി 15 ദേശീയ കരസേനാ ദിനം. ചരിത്രത്തിൽ ആദ്യമായി കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്തുവെച്ച് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടക്കുന്ന നഗരമാണ് ജയ്പൂര്. ചരിത്രത്തിൽ ആദ്യമായി കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്തുവെച്ച് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടക്കുന്ന നഗരം ജയ്പൂര്. ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായി ജനറൽ കരിയപ്പ അധികാരമേറ്റതിന്റെ ഓർമ്മക്കായാണ് എല്ലാ വർഷവും ജനുവരി 15 ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരിയടക്കമുള്ള 4-അംഗ സംഘവുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ച നാസയുടെ ക്രൂ 11 ദൗത്യ സംഘം ഭൂമിയിലെത്തിയത് 2026 ജനുവരി 15-നാണ്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരിയടക്കമുള്ള 4-അംഗ സംഘവുമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ച നാസയുടെ ക്രൂ 11 ദൗത്യ സംഘം ഭൂമിയിലെത്തിയത് 2026 ജനുവരി 15-നാണ്. അകാ സമൂഹത്തിന്റെ സരോഗ് ഉത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അകാ സമൂഹത്തിന്റെ സരോഗ് ഉത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് അരുണാചൽ പ്രദേശിലാണ്. അടുത്തിടെ സോൺ നദി ജലവിതരണത്തിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങളാണ് ബീഹാർ, ജാർഖണ്ഡ്. ബീഹാർ, ജാർഖണ്ഡാണ് സോൺ നദി ജലവിതരണത്തിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങളാണ് ബീഹാർ, ജാർഖണ്ഡ്. മധ്യപ്രദേശിലെ അമർകാന്തക് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി. മധ്യപ്രദേശിലെ അമർകാന്തക് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി. രാജ്യത്ത് ആദ്യമായി ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട്. സുഗതകുമാരിയുടെ സ്മരണക്കായി സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സുഗതകുമാരി പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സുഗതകുമാരി പുരസ്കാരത്തിൽ അർഹനായത് പ്രഭാവർമ്മയാണ്. 2026 ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുരസ്കാര ജേതാവാരാണ്? 2026 ഉണ്ണികൃഷ്ണൻ പുരസ്കാര സ്മാരക അവാർഡ് ജേതാവാണ് ശ്രീനിവാസന്. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഫോസ്റ്റർ കെയർ. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഫോസ്റ്റർ കെയർ. 2026 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിക്കാൻ പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകയാണ് ക്ലോഡറ്റ് കോൾവിൻ. ക്ലോഡറ്റ് കോൾവിനാണ് 2026 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിക്കാൻ പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകയാണ് ക്ലോഡറ്റ് കോൾവിൻ. തൊഴിൽ പരിശീലനം കഴിഞ്ഞിട്ടും തൊഴിൽ ലഭിക്കാത്ത 30 വയസ്സിന് താഴെയുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച കണക്ട് വർക്ക് പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി 5 ലക്ഷം രൂപയാണ്. 1 ലക്ഷത്തിൽ നിന്നാണ് 5 ലക്ഷമാക്കിയിട്ട് ഉയർത്തിയത്. തൊഴിൽ പരിശീലനം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്ത 30 വയസ്സിന് താഴെയുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച കണക്ട് വർക്ക് പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി എത്രയാണ്? 5 ലക്ഷമാണ്. 1000 രൂപ വീതം 12 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണിത്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച ആധികാരിക വിവരങ്ങൾ പങ്കുവെക്കാൻ കേരള സർക്കാർ സ്ഥാപനമായ CDT നിർമ്മിച്ച ഔദ്യോഗിക വെബ് പോർട്ടലാണ് health.kerala.gov.in. സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച ആധികാരിക വിവരങ്ങൾ പങ്കുവെക്കാൻ കേരള സർക്കാർ സ്ഥാപനമായ CDT നിർമ്മിച്ച ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ പേരാണ് health.kerala.gov.in. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യ ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമായ ഹാബിൽഡ് ആരംഭിച്ച ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് ഹർ ഘർ യോഗ. ഹർ ഘർ യോഗ. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമായ ഹാബിൽഡ് ആരംഭിച്ച ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയുടെ പേരാണ് ഹർ ഘർ യോഗ. 2025 ഡിസംബറിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് 1.33%. കേരളത്തിലെ തോത് 9.49%. 2025 ഡിസംബറിൽ രാജ്യത്താകെയുള്ള വിലക്കയറ്റ തോത് എത്രയാണ്? 1.33%. ജമ്മു കാശ്മീരിലെ ഷാക്സ്ഗാം താഴ്വരയ്ക്ക് മേലുള്ള അവകാശവാദം ഉന്നയിച്ച രാജ്യമാണ് ചൈന. ജമ്മു കാശ്മീരിലെ ഷാക്സ്ഗാം താഴ്വരയ്ക്ക് മേലുള്ള അവകാശവാദം ഉന്നയിച്ച രാജ്യമാണ് ചൈനയാണ്. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറാണ് കവിന്ദർ ഗുപ്ത. ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ് കവിന്ദർ ഗുപ്ത. ദിനോസറുകൾക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കുന്നത് ഫിംഗെ നദി. ഓസ്ട്രേലിയയിലെ ഫിംഗെ നദിയാണ്.
ദിനോസറുകൾക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയെ കണക്കാക്കുന്നത് ഓസ്ട്രേലിയയിലെ ഫിങ്കെ നദി. 4 വർഷങ്ങൾക്ക് ശേഷം ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. 4 വർഷങ്ങൾക്ക് ശേഷം ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. ദേശീയ കരസേന ദിനമാണ് ജനുവരി 15 ദേശീയ കരസേന ദിനം. ചരിത്രത്തിൽ ആദ്യമായിട്ട് കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്തുവെച്ച് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടക്കുന്ന നഗരമാണ് ജയ്പൂര്. ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായി ജനറൽ കരിയപ്പ അധികാരമേറ്റതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 15 ദേശീയ കരസേന ദിനം ആചരിക്കുന്നത്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരി അടക്കമുള്ള 4 അംഗ സംഘവുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ച നാസയുടെ ക്രൂ 11 ദൗത്യ സംഘം ഭൂമിയിലെത്തിയ ഡേറ്റാണ് 2026 ജനുവരി 15-നാണ്. അക്ക സമൂഹത്തിന്റെ സരോഗോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശ്. അടുത്തിടെ സോൺ നദി ജലവിതരണത്തിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങളാണ് ബീഹാറും ജാർഖണ്ഡും. സോൺ നദി ജലവിതരണത്തിൽ ഒപ്പുവെക്കുന്ന സ്റ്റേറ്റുകളാണ് ബീഹാറും ജാർഖണ്ഡാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സ്റ്റേറ്റ് തമിഴ്നാടാണ്. സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സുഗതകുമാരി പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. 2026 ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാര ജേതാവ് ശ്രീനിവാസൻ. 2026 ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാര ജേതാവാണ് ശ്രീനിവാസനാണ്. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികളുടെ അവധിക്കാല വാസം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണെങ്കിൽ ഫോസ്റ്റർ കെയർ. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഫോസ്റ്റർ കെയർ. 2026 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിക്കാൻ പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകരാണ് ക്ലോഡറ്റ് കോൾവിനാണ്. തൊഴിൽ പരിശീലനം കഴിഞ്ഞിട്ട് ജോലി ലഭിക്കാത്ത 30 വയസ്സിന് താഴെയുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച കണക്ട് വർക്ക് പദ്ധതി അപേക്ഷിക്കാനുള്ള വരുമാന പരിധിയാണ് 5 ലക്ഷം. തൊഴിൽ പരിശീലനം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത 30 വയസ്സിന് താഴെയുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച കണക്ട് വർക്ക് പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധിയാണ് 5 ലക്ഷമാണ്. 1 ലക്ഷത്തിൽ നിന്നാണ് 5 ലക്ഷമായിട്ട് ഉയർത്തിയത്. 1000 രൂപ വീതം 12 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണിത്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് സംബന്ധിച്ച ആധികാരിക വിവരങ്ങൾ പങ്കുവെക്കാൻ കേരള സർക്കാർ സ്ഥാപനമായ സിഡിറ്റ് നിർമ്മിച്ച ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ പേരാണ് health.kerala.gov.in. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യ ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമായ ഹാബിൾഡ് ആരംഭിച്ച ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയുടെ പേരാണ് ഹർ ഘർ യോഗ. 2025 ഡിസംബറിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് 1.33%. ജമ്മുകാശ്മീരിലെ ഷാക്സ്ഗാം താഴ്വരയ്ക്ക് മേലുള്ള അവകാശവാദം ഉന്നയിച്ച രാജ്യമാണ് ചൈനയാണ്. ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ് കവിന്ദർ ഗുപ്ത. ദിനോസറുകൾക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കുന്നത് ഫിങ്കെ നദി ഓസ്ട്രേലിയയിലാണ്. 4 വർഷത്തിന് ശേഷം ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. താങ്ക് യു.